മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക രാജ്യമാണെന്നും എന്തോ ഒരു വികൃതമായ ആളുകൾ മാത്രം ജീവിക്കുന്ന സ്ഥലമാണെന്നും ഇവിടെ ബുദ്ധിയും വിവരമൊന്നുമുള്ള ആളുകൾ ജന്മമെടുക്കില്ലെന്നും വിചാരിക്കുന്ന ആളുകൾക്ക് 10 കൊല്ലം കൊണ്ട് മറുപടി പറയാനിരിക്കുന്ന കുട്ടികളാണ് എൻ്റെ മുമ്പിൽ എന്നതാണ് എൻ്റെ അഭിമാനം. നമ്മൾ ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ടത് അവരാരും ഉപയോഗിക്കുന്ന ലാംഗ്വേജിലല്ല. നമ്മളെല്ലാവരും മറുപടി കൊടുക്കേണ്ടത് നമ്മൾ സൃഷ്ടിക്കുന്ന വിജയത്തിൻ്റെ സിംഹാസനങ്ങൾ കൊണ്ടായിരിക്കും. സ്വാഭാവികമായും മലയാളികൾ എന്ന നിലയിൽ നമുക്ക് കുറച്ചുകൂടി ഒരു സങ്കുചിത വികാരം ഉണ്ടാവും. ആരെങ്കിലും മലയാളികളായിട്ടുണ്ടോ എന്നറിയാൻ ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു. ഇന്ത്യയിൽ നിന്ന് വന്ന 4 കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും മലയാളി ഉണ്ടോ? അതേ 4 പേർ എഴുന്നേറ്റ് പറഞ്ഞു, യെസ് വി ആർ ഫ്രം കേരള, ഞങ്ങൾ കേരളക്കാരാണ്. എന്നെ അവർ ഞെട്ടിച്ചു കളഞ്ഞത് ആ ഉത്തരത്തിലല്ല. പിന്നെയും ഞാൻ ചോദിച്ചു, കേരളത്തിൽ നിങ്ങൾ എവിടെയാണ്? 4 പേരും പറഞ്ഞു, വി ആർ ഫ്രം മലപ്പുറം, ഞങ്ങൾ മലപ്പുറം. നമ്മൾ വിസ്ഡം കൊണ്ടും വിജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടുമാണ് ഇനി ലോകത്ത് സിഗ്നേച്ചർ ഉണ്ടാക്കുക. നമ്മുടെ നാട്ടിൽ ലഹരി വ്യാപകമാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. പക്ഷെ എന്ന് കരുതി ഈ നാട്ടിലെ എല്ലാ കുട്ടികളുടെയും ബാഗ് നിങ്ങൾ പരിശോധിക്കാൻ പോകണ്ട, എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും മറ്റൊരു ലഹരിയായി അവരുടെ സ്വപ്നങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് അവരിവിടെ വന്നിരിക്കാൻ കാരണമായിട്ടുള്ളത്. ഓട്ടോയിൽ പോകുന്ന നിങ്ങളുടെ ഉപ്പ ചെയ്യുന്ന ജോലി ഒട്ടും മോശമായ ജോലിയല്ല. കൂലിപ്പണിക്ക് പോകുന്ന നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്ന ജോലി ഒട്ടും മോശമായ ജോലിയല്ല. നഴ്സറിയിൽ അംഗൻവാടിയിൽ ആയമാരായി പോകുന്ന നിങ്ങളുടെ ഉമ്മമാരോ അമ്മമാരോ ഒരിക്കലും ചെറിയ ജോലി അല്ല ചെയ്യുന്നത്. പക്ഷേ അവരുടെ വീടിന്റെ മേൽവിലാസം മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഇന്ന് ഓട്ടോ ഡ്രൈവറുടെ വീട് അതൊരു സബ് കളക്ടറുടെ വീടാക്കി മാറ്റാൻ കഴിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഒരു കാലത്ത് 921 ശേഷമുള്ള സാമൂഹ്യ പരിസരം പട്ടിണിയുടെയും പരിവട്ടങ്ങളുടെയുമായി, കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടേതുമായി. ആ പ്രയാസങ്ങളുടെ കാലത്ത് ലോകത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ, ജിയോഗ്രഫിയെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ, ജീവിതത്തിൽ ഒരിക്കലും പോലും ഒരു ഭൂപടം കാണാതെ ഏതോ ഒരു ലോഞ്ചിൽ കയറി ഏതോ ഒരു നാട് പിടിക്കാമെന്ന് വിചാരിച്ച സാഹസികരുടെ പേരക്കുട്ടികളാണ് നിങ്ങൾ എന്നതാണ് ഏറ്റവും വലിയ ഡിഎൻ. ആദരണീയനായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ മൊയ്തു ബിൻ കുഞ്ഞുട്ടി സാഹിബ്, പ്രിയപ്പെട്ട ഹസൈന എംപി, നമ്മുടെ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികൾ PK മൂസ മാസ്റ്റർ, ബഹുമാന്യനായ അബ്ദുൽ വാഹിദ് ക്രിയയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, TP ഹൈദർലി സാഹിബ്, പത്തിൽ അഷ്റഫ് സാഹിബ്, MA നജീബ്, വേദിയിലുള്ള സമാദരണീയരായ ജനപ്രതിനിധികൾ, ഈ CS സെന്റർ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, സ്നേഹമുള്ള രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, ഞാനിവിടെ വരുമ്പോൾ എനിക്കേറെ അഭിമാനമുള്ള ഒരു കാര്യം, ഈ നാട്ടിലെ കുട്ടികളെ അവരുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് നടത്താൻ മാത്രം പ്രാപ്തിയുള്ള ആളുകൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ്. ഞാനിന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു. അസൈനാറിനെ അറിയാം, കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ബഹുമാന്യനായ കുഞ്ഞുട്ടി മാഷ് ഉൾപ്പെടെ മൂസ മാഷ് ഉൾപ്പെടെ അവിടെ എത്തി അവരോട് ഞാൻ കൊടുത്തൊരു വാക്ക്
എനിക്ക് പാലിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. നിങ്ങളുടെ നാട്ടിലെ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം കുട്ടികളെ നിങ്ങളുടെ ഒരു പ്രതീക്ഷയാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾ ജീവിക്കുന്ന ഈ നാട് നിങ്ങൾ എത്ര കരുതലോടെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അങ്ങനെ ഈ നാടിനെ കുറിച്ച് ചിന്തിക്കുന്ന കുറേ മനുഷ്യർ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ നാട് ഒരുപാട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് പലതരത്തിലുള്ള പ്രചാരണങ്ങൾക്കിടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറത്തുകാർ. മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക രാജ്യമാണെന്നും എന്തോ ഒരു വികൃതമായ ആളുകൾ മാത്രം ജീവിക്കുന്ന സ്ഥലമാണെന്നും ഇവിടെ ബുദ്ധിയും വിവരമൊന്നുമുള്ള ആളുകൾ ജന്മമെടുക്കില്ലെന്നും വിചാരിക്കുന്ന ആളുകൾക്ക് 10 കൊല്ലം കൊണ്ട് മറുപടി പറയാനിരിക്കുന്ന കുട്ടികളാണ് എൻ്റെ മുമ്പിൽ എന്നതാണ് എൻ്റെ അഭിമാനം. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, ഇത് 2025 2035 ഈ നടുവട്ടത്ത് നമുക്കൊരു പരിപാടി വെക്കണം. അന്ന് അവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ ലോകത്തിന്റെ നെറുകയിലിരുന്ന് മറുപടി പറയുന്ന ഒരു കാലം ഉണ്ടാക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ടത് അവരാരും ഉപയോഗിക്കുന്ന ലാംഗ്വേജിലല്ല. നമ്മളെല്ലാവരും മറുപടി കൊടുക്കേണ്ടത് നമ്മൾ സൃഷ്ടിക്കുന്ന വിജയത്തിന്റെ സിംഹാസനങ്ങൾ കൊണ്ടായിരിക്കും. അങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള കുട്ടികളുടെ നാടാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പലപ്പോഴും ഞാൻ പല പരിപാടിയിലും പോകുമ്പോൾ പറയുന്ന ഒരു അനുഭവമുണ്ട്. ഞാൻ ഏതായാലും മാസങ്ങൾക്ക് മുമ്പ് കൗസാറ്റ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേര്. അത് സൗദി അറേബ്യയിലെ ജിദ്ദക്കടുത്തുള്ള തൂവൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. സൗദിക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാം. ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന സർവകലാശാലയാണ്. അതൊരു റിസർച്ച് സെന്ററാണ്. സൗദിയുടെ സൂപ്പർ കമ്പ്യൂട്ടറായിട്ടുള്ള ഷാഹിൻ 2 എന്ന് പറയുന്നത് അവിടെയാണുള്ളത്. ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായപ്പോൾ നിങ്ങളെപ്പോലെ ഇങ്ങനെ കൂടിയിരിക്കുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് ഞാൻ അവരോട് ചോദിച്ചു, വെദർ എനിബഡി ഫ്രം ഇന്ത്യ. ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് തീർച്ചയായും ഇന്ത്യക്കാരുണ്ടാകുമെന്ന വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ചോദിച്ചത്. 4 കുട്ടികൾ എഴുന്നേറ്റ് കൈപൊക്കിയിട്ട് പറഞ്ഞു, വി ആർ ഫ്രം ഇന്ത്യ. എനിക്ക് വലിയ അഭിമാനമായി. ഇന്ന് ഏറ്റവും കൂടുതൽ ശാസ്ത്ര ഗവേഷണങ്ങളിൽ സൗദി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആ സൗദിയുടെ എല്ലാ മുന്നേറ്റങ്ങളുടെയും കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. സ്വാഭാവികമായും മലയാളികൾ എന്ന നിലയിൽ നമുക്ക് കുറച്ചുകൂടി ഒരു സങ്കുചിത വികാരം ഉണ്ടാവും. ആരെങ്കിലും മലയാളികളായിട്ടുണ്ടോ എന്നറിയാൻ ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു. ഇന്ത്യയിൽ നിന്ന് വന്ന 4 കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും മലയാളി ഉണ്ടോ? അതേ 4 പേർ എഴുന്നേറ്റ് പറഞ്ഞു, യെസ് വി ആർ ഫ്രം കേരള. ഞങ്ങൾ കേരളക്കാരാണ്. എന്നെ അവർ ഞെട്ടിച്ചു കളഞ്ഞത് ആ ഉത്തരത്തിലല്ല. പിന്നെയും ഞാൻ ചോദിച്ചു, കേരളത്തിൽ നിങ്ങൾ എവിടെയാണ്? 4 പേരും പറഞ്ഞു, വി ആർ ഫ്രം മലപ്പുറം. ഞങ്ങൾ മലപ്പുറം ജില്ല. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ യൂണിവേഴ്സിറ്റിയിലെ സെലക്ഷൻ കിട്ടുന്ന കുട്ടികൾക്കിടയിലേക്ക് കയറിപ്പോകുന്ന ഒരു നാട്ടുകാരാണ് മലപ്പുറം ജില്ലക്കാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. മറിയം ജുമാനമാരുടെ നാടാണിത്. ഏറ്റവും മനോഹരമായി ആസ്ട്രോണമിയിൽ ഗവേഷണം നടത്തുന്ന പെൺകുട്ടികളുടെ നാടാണിത്. ആൺകുട്ടികളുടെ നാടാണ്. നമ്മൾ വിസ്ഡം കൊണ്ടും വിജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടുമാണ് ഇനി ലോകത്ത് സിഗ്നേച്ചർ ഉണ്ടാക്കുന്നത്. ഈ തലമുറയിലെ കുട്ടികളെ കുറിച്ച് രക്ഷിതാക്കളും കൂടി ഉള്ള ഒരു ചടങ്ങായതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലും ഇവരെ സംശയിക്കരുത്. നമ്മളിപ്പോ ഒരുപാട് വലിയ ആശങ്കകൾക്കിടയിൽ ജീവിക്കുകയാണ്, അല്ലേ?
പൊതുവെ രക്ഷിതാക്കളുടെ ആശങ്കകളിൽ പ്രധാനം, ഞങ്ങളുടെ കുട്ടികൾ പിഴച്ചു പോകുമോ, അല്ലെ, ലഹരിക്കടിമപ്പെടുമോ, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നുള്ള സങ്കടങ്ങളാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, നമ്മുടെ നാട്ടിൽ ലഹരി വ്യാപകമാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. പക്ഷെ എന്ന് കരുതി ഈ നാട്ടിലെ എല്ലാ കുട്ടികളുടെയും ബാഗ് നിങ്ങൾ പരിശോധിക്കാൻ പോകണ്ട. എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും മറ്റൊരു ലഹരിയായി അവരുടെ സ്വപ്നങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് അവരിവിടെ വന്നിരിക്കാൻ കാരണമായിട്ടുള്ളത് എന്ന്. ലഹരി എന്ന് പറയുന്നത് ചെറിയ സുഖമാണ്, താൽക്കാലിക സുഖമാണ്, വളരെ ചെറിയ സമയത്തേക്ക് മാത്രമുള്ള ഏതോ ഒരു ആനന്ദമാണ്. ജീവിതം പരമമായ ലഹരിയാണ്, ഏറ്റവും വലിയ ആനന്ദമാണ്. നിങ്ങളുടെ വീടുകൾ, പലപ്പോഴും നിങ്ങളിപ്പോൾ കടന്നു വരുന്ന വീടുകൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ വാപ്പയുടെ, അച്ഛൻ്റെ, അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ടായിരുന്നു. നമ്മൾ സാധാരണ പറയും അത് ആരുടെ വീടാണ്, അത് നമ്മളെ നാട്ടിലെ ഓട്ടോ പോണ ആളെ, ഇന്ന ആളുടെ വീടാണ്, അല്ലേ. ഈ വീടായിരുന്നു, ഇതൊരു മാഷ വീടാണ്, അല്ലേ. അതൊരു ഐഡന്റിഫിക്കേഷന് വേണ്ടി നമ്മൾ സാധാരണ പറയുന്നതാണ്. ആ വീട് നമ്മളെ ഗൾഫിലുള്ള ഇന്ന ആളെ വീടാണ്, അതാണ് നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ കുട്ടികളെ, ഓട്ടോയിൽ പോകുന്ന നിങ്ങളുടെ ഉപ്പ ചെയ്യുന്ന ജോലി ഒട്ടും മോശമായ ജോലിയല്ല. കൂലിപ്പണിക്ക് പോകുന്ന നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്ന ജോലി ഒട്ടും മോശമായ ജോലിയല്ല. നഴ്സറിയിൽ, അംഗൻവാടിയിൽ ആയമാരായി പോകുന്ന നിങ്ങളുടെ ഉമ്മമാരോ അമ്മമാരോ ഒരിക്കലും ചെറിയ ജോലി അല്ല ചെയ്യുന്നത്. പക്ഷേ അവരുടെ വീടിന്റെ മേൽവിലാസം മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഇന്ന് ഓട്ടോ ഡ്രൈവറുടെ വീട് അതൊരു സബ് കളക്ടറുടെ വീടാക്കി മാറ്റാൻ കഴിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും. ഞാൻ സിവിൽ സർവീസ് അക്കാഡമിയിലെ കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ പൊന്നാനി കടപ്പുറത്തുള്ള പെൺകുട്ടികൾ അവിടെ പഠിക്കുന്നു. അതിലൊരു കുട്ടിയുടെ വീട് താർപ്പായ കൊണ്ട് മറച്ചു കെട്ടിയ വീടാണ്. ആ വീട് കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളിയുടെ വീടാണ്. ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ച് പ്രത്യേകമായി പറയാറുണ്ട്, നീ ഒരു സ്വപ്നം കാണണം. നിന്റെ ആ താർപ്പായ കൊണ്ട് മറച്ചു കെട്ടിയ വീടിന്റെ മുമ്പിൽ ഒരു ദിവസം ഒരു കാറ് വന്ന് നിൽക്കും. ആ കാറിൽ നിന്ന് നീ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പോലീസുകാരൻ ഇറങ്ങും. അവൻ നിന്റെ കാറിന്റെ ഡോറ് തുറന്നു തരും. മുകളിൽ ലൈറ്റുള്ള കാറിൽ നിന്ന് ഒരു സബ് കളക്ടർ ഇറങ്ങി വരുന്ന വീടായി അത് മാറ്റാൻ നിനക്ക് കഴിയുമെന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പമാരെ ഞെട്ടിക്കാൻ കഴിയണം. കുട്ടികളെ, നിങ്ങളുടെ ഉമ്മമാരെ ഞെട്ടിക്കാൻ കഴിയണം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രം മതി. ഞാൻ ഒരു കാര്യം മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുന്നത്. എല്ലാവരും ഇവിടെ ഇല്ലേ? അറിയൂ ഹിയ? ഞാൻ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യം, there is no shortcut for victory എന്നുള്ളതാണ്. ജയിക്കാൻ കുറുക്ക് വഴിയില്ല. ലോകത്ത് ജയിച്ച ഒരു മനുഷ്യനും കുറുക്ക് വഴിയിലൂടെ ജയിച്ചിട്ടില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾക്കെല്ലാം ആരാധനയോടെ കാണുന്ന ഒരാളുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ബില്യണയറായ, ട്രില്യണയറായ, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണത്? പറ. അറിയില്ല? നിങ്ങൾക്കറിയില്ല? അതെ, എലൻ മസ്ക് അല്ലേ? എലൻ മസ്ക് ആണ് ഏറ്റവും വലിയ ബില്യണർ. കുട്ടികളുടെ സ്വപ്നങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്, അല്ലേ? എലൻ മസ്ക് എത്ര മണിക്കൂർ വായിക്കുന്നു എന്ന് നിങ്ങൾക്കറിയോ? അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിലും 5 മണിക്കൂർ അയാൾ വായിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ക്യാമ്പിൽ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പഠിക്കുന്ന അക്കാഡമിക് വിഷയത്തിനപ്പുറത്ത് ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച കുട്ടിയുണ്ടോ? ഞാനതാണ് പറഞ്ഞത്, ഈ തലമുറ വളരെ ഉഷാറാണ്. ഞങ്ങളുടെ തലമുറയേക്കാൾ മെച്ചാണ്. കാരണം ദേ ആർ നോട്ട് ലൈങ്. അവർ കളവ് പറയൂല എന്നുള്ളതാണ് പ്രധാനം. ഉണ്ടോ? നിങ്ങൾ കളവ് പറയൂലല്ലോ? ഇല്ല.
ആ ക്യാമ്പിൽ നിന്നൊക്കെ കുട്ടികൾ ഒരാൾ പോലും കൈവെക്കാതെ അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഒരു പുസ്തകം പോലും ജീവിതത്തിൽ വായിച്ചിട്ടില്ല എന്ന്. അതെനിക്ക് സന്തോഷമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇവിടുന്ന് ചോദിക്കട്ടെ? ചോദിക്കണോ? വേണ്ട. ഞാൻ പറയുന്ന ഒരു കാര്യം, ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യരെല്ലാം കഠിനാധ്വാനം ചെയ്ത മനുഷ്യരാണ്. അതിമനോഹരമായ ഒരു ഡോക്യു ഫിക്ഷൻ ഉണ്ട്. എലൻ മസ്കിന്റെ ജീവിതമാണ് അതിന്റെ കഥ. നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കമ്പനി ഏതാണ്? ഉറക്കെ പറ. കുട്ടികള് പറ. ടെസ്ല. ഓക്കെ, ഒരു കയ്യടി കൊടുത്തേ. ടെസ്ലയുടെ പ്രത്യേകത എന്താണ്? ഡ്രൈവർലെസ് കാറാണ്. ഇനി ലോകത്ത് വരുന്ന വലിയ ഇന്നോവേഷനുകളിൽ ഒന്ന് ഓട്ടോമേഷൻ വന്ന് നമ്മുടെ ഇൻഡസ്ട്രികളെല്ലാം മാറ്റാൻ പോവുകയാണ്. അതിലൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഇനി കാറിന് ഡ്രൈവർ വേണ്ട എന്നുള്ളതാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടുന്ന പോലെ കാറിൽ ഗൂഗിൾ മാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പോകേണ്ട എല്ലാ സ്ഥലത്തേക്കും എത്തി. ഇപ്പൊ തന്നെ ഓട്ടോമേഷനുള്ള കാറുകളുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ തൊടണ്ട, ഡ്രൈവർ സീറ്റിൽ ഇരുന്നാൽ മതി. ഓട്ടോമേഷൻ മാത്രം നമ്മൾ ബട്ടൺ അമർത്തിയാൽ കാർ വളരെ ഈസി ആയിട്ട് ഓട്ടോമാറ്റിക്കായി പാർക്ക് ചെയ്തു. ആ കാറ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കാറാണ് ഇപ്പോൾ. അപ്പൊ ഞാൻ പറയുന്നത് അത് മാറുകയാണ്. ടെസ്ല ലോകത്തൊരു വിപ്ലവം ഉണ്ടാക്കുക. ടെസ്ല മാത്രമല്ല, സ്പേസ് എക്സ് ആണ് അദ്ദേഹത്തിന്റെ മറ്റൊരു കമ്പനി. സ്പേസ് എക്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിമനോഹരമായ ആ ഡോക്യു ഫിക്ഷൻ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ എലൻ മസ്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം നടത്തുകയാണ്. ഇപ്പോ നമ്മൾ നടുവട്ടത്തും എടപ്പാളിലും ഈ ചുറ്റുഭാഗത്തും ഒക്കെയുള്ള സ്ഥലം വാങ്ങുന്ന ആളുകളില്ലേ, റിയൽ എസ്റ്റേറ്റ് സ്ഥലം വാങ്ങും അല്ലേ? ഇതുപോലെ എലൻ മസ്ക് ഇപ്പൊ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണെന്നറിയോ? ചൊവ്വയിലെ സ്ഥലമാണ്, മാർസിലെ സ്ഥലമാണ് അല്ലേ? എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? അദ്ദേഹം ഈ പരീക്ഷണങ്ങളൊക്കെ തുടങ്ങുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ മരിക്കുക ഭൂമിയിലല്ല, ഞാൻ മരിക്കുക ചൊവ്വയിലാണ്. ഒരു മനുഷ്യന്റെ ഡിറ്റർമിനേഷന്റെ ശക്തിയാണത്. ഞാൻ മരിക്കുക ഭൂമിയിലല്ല, ഞാൻ മരിക്കുക വേറൊരു ഗ്രഹമായ ചൊവ്വ എന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട്, ആ ഗ്രഹത്തിലാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ട്രില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൊവ്വയിൽ സ്ഥലം വാങ്ങാനാണ്. നമ്മളെ നാട്ടുമ്പുറത്ത് സ്ഥലം വാങ്ങുന്ന പോലെ അവർക്ക് ധൈര്യവും വിശ്വാസവും ഉണ്ട്. ഒരു ദിവസം അവിടെ പോകുന്നു, അവിടെ ജീവിക്കാൻ കഴിയുന്നു, അവിടെ കോളനി ആക്കാൻ പറ്റും. ആ സ്പേസ് എക്സിന്റെ പരീക്ഷണത്തിനിടയിൽ നമ്മൾ സാധാരണ റോക്കറ്റ് പോകുന്നത് നിങ്ങൾ കാണാറില്ലേ? ടി വിയിലൊക്കെ കാണാറില്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറില്ലേ? റോക്കറ്റ് പോവും, റോക്കറ്റ് പോയ റോക്കറ്റ് അതുപോലെ തന്നെ കടലിലേക്കാണ് തിരിച്ചു വരിക, അതിൻ്റെ പര്യവേഷണം കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹം ആലോചിച്ചത്, ഇങ്ങനെ പോയി കടലിൽ വീഴുന്ന റോക്കറ്റിന് പകരം റീയൂസബിൾ റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ്. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന റോക്കറ്റ്, ആ റോക്കറ്റിൽ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുമോ എന്നാണ്. നമ്മൾ ഇന്ന് അതിവേഗതയുടെ ഒരു കാലത്തേക്ക് പോവുകയാണ്. സ്പീഡാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനൊരു കുഴപ്പമുണ്ട്. നമ്മളെ കുട്ടികൾക്ക് ആകെയുള്ള ഒരു കുഴപ്പം എന്താ അറിയോ? ദേ ആർ നോട്ട് പാഷൻറ്റ് ഇനഫ് എന്നുള്ളതാണ്. അവർക്ക് ക്ഷമയില്ല, എല്ലാം വേഗം നടക്കണം. രണ്ടാമത്തെ പ്രശ്നം, ക്ഷമയില്ലാതിരിക്കുമ്പോഴൊരു കുഴപ്പമുണ്ട്, അവർക്ക് റിജക്ഷൻ താങ്ങാൻ പറ്റില്ല. ജീവിതത്തിൽ എന്ത് റിജക്ഷനും താങ്ങാൻ പറ്റില്ല. അത് പ്രേമിച്ചാലും താങ്ങാൻ പറ്റില്ല, തോറ്റാലും താങ്ങാൻ പറ്റില്ല. വലിയ കുഴപ്പമാണത്. തോറ്റു വരിക എന്നത് ജേതാവിനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. ജീവിതത്തിൽ ആരും വേഗം ജയിക്കുകയല്ല കുട്ടികളെ. ജീവിതത്തിൽ ജയിക്കാൻ കുറേ പരിശ്രമമുണ്ട്, ജീവിതത്തിൽ ജയിക്കാൻ കുറേ പണിയുണ്ട്, ജീവിതത്തിൽ ജയിക്കാൻ കുറേ ക്ഷമ വേണ്ടതുണ്ട്. ഈ ജനറേഷൻ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, രക്ഷിതാക്കൾ എന്ന നിലയിൽ നാം മനസ്സിലാക്കേണ്ട പ്രശ്നം, കുട്ടികളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. തോൽക്കുമ്പോൾ അവരെ നിങ്ങൾ തോളിൽ തട്ടിയിട്ട് പറയണം, ഇതൊന്നുമല്ല കാര്യം. ഇനി മാർക്ക് ലിസ്റ്റ് പോലും ആവശ്യമില്ലാത്ത
സർട്ടിഫിക്കറ്റുകൾ പോലും ആവശ്യമില്ലാത്ത സ്കിൽ സെറ്റ് മാത്രം ആവശ്യമുള്ള ഒരു ലോകത്തേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഇവിടെ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഉള്ള കുട്ടികൾ മുതൽ ഇരിക്കുന്നുണ്ട്. അവർ വളർന്നു വരുന്ന ഒരു കാലത്ത് നമ്മൾ പഠിക്കുന്നത്, പണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് എന്താ, BSc പോകുന്ന ഒരാൾക്ക് ആർട്സ് വിഷയങ്ങൾ പഠിക്കാനേ പറ്റില്ല. എനിക്കിപ്പോൾ സയൻസ് ഇഷ്ടമല്ലെങ്കിലും എൻ്റെ വാപ്പയും ഉമ്മയും ചേർത്തത് സയൻസിനാണെങ്കിൽ പിന്നെ ഞാൻ സയൻസ് തന്നെയാണ് പഠിക്കുക. പക്ഷെ അത് ഇപ്പം മാറുകയാണ്, ഈ അടുത്ത വർഷം മാറുകയാണ്. അതിലെന്താണ് പ്രത്യേകത? നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമുണ്ടോ? നിങ്ങൾ മ്യൂസിക് പഠിച്ചോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സയൻസ് പഠിക്കണോ? ഫിസിക്സ് പഠിച്ചോ. ഇങ്ങനെ കുട്ടിയുടെ ചോയ്സിലേക്ക് പഠനം മാറുകയാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും, ഞാൻ പറയട്ടെ, എല്ലാ മനുഷ്യർക്കും വി ആർ ഓൾ യുണീക്ക്. നമ്മൾ ആരും സമന്മാരോ ഒരുപോലെയുള്ളവരോ അല്ല. അതിനർത്ഥം ഞാൻ ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, നിങ്ങൾ ഒരിക്കലും അപ്പുറത്തെ കുട്ടീൻ്റെ മാർക്ക് നോക്കിയിട്ട് നിങ്ങളെ കുട്ടീനെ വിലയിരുത്തരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെ കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ മാത്സിൽ മാർക്ക് കുറഞ്ഞത്, സയൻസിൽ മാർക്ക് കുറഞ്ഞത്, അവൻ സയൻസിലോ മാത്സിലോ മോശമായത് കൊണ്ടല്ല, വേറൊരു വിഷയത്തിലോ അതിമിടുക്കനായതുകൊണ്ടാണ്. ഓൻ്റെ സ്ഥാനം വേറെയാണ്. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യരും അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഒരു കഴിവുമില്ലാതെ ഈ ഭൂമിയിലേക്ക് ഒരാളും വന്നിട്ടില്ല. നമ്മളെല്ലാവരുടെയും വിരലടയാളം വ്യത്യസ്തമാണല്ലോ, അതേപോലെ നമ്മുടെ കഴിവുകളും വ്യത്യസ്തമാണ്. പക്ഷെ മുമ്പിലിരിക്കുന്ന അധ്യാപകൻ ആ കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അധ്യാപകന്റെ മാത്രം തോൽവിയാണ്, കുട്ടിയുടെ തോൽവിയല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന, നിങ്ങളുടെ കൂടെ വളരുന്ന കുട്ടിയുടെ കഴിവ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മളുടെ മാത്രം തോൽവിയാണ്, ഈ കുട്ടിയുടെ തോൽവിയല്ല. ഓരോ കുട്ടിയുടെയും അകത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി അവന് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാണ്. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു കണ്ണാടിക്ക് മുമ്പിൽ എന്ന് ചോദിക്കണം, ഞാൻ ആരാണ്? ഹു ആം ഐ? ഞാൻ ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഓരോ കുട്ടിയും കണ്ടെത്തിയാൽ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒരാൾക്ക് ഫുട്ബോൾ കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ കളിക്കാൻ വിടണം. ഒരു കുട്ടിക്ക് ഇഷ്ടം ചിത്രം വരക്കാനാണെങ്കിൽ നിങ്ങൾ അവരെ ചിത്രം വരക്കാൻ വിടണം. വേറെ ഒന്നും ഇടങ്ങേറാക്കണ്ട അവരെ, അതിലവൻ മാസ്റ്റർ ആവട്ടെ. ഇനി ലോകത്തിനും ആവശ്യം ഏറ്റവും കൂടുതൽ സ്കിൽ സെറ്റ് ഉള്ള മനുഷ്യരെയാണ്. ഭാഷ പോലും അപ്രത്യക്ഷമാവുകയാണ്. കാരണം ഇന്ന് നമ്മളൊക്കെ ChatGPT ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലേ? നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാൻ സെക്കൻഡുകൾ പോലും. മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ മാറുകയാണ്, എല്ലാം മാറുകയാണ്. ഈ ലോകത്തിന് മുമ്പിലാണ് നമ്മൾ മത്സര ബുദ്ധിയോടെ നിൽക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് നമുക്കൊരു കോൺഫിഡൻസ് വേണം, ആത്മവിശ്വാസം വേണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് മുഴുവനും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, എനിക്ക് ജയിക്കാൻ കഴിയും, പക്ഷെ അതിന് സമയമെടുക്കും എന്നുള്ളതാണ്. ഇത് രണ്ടും മനസ്സിലാക്കണം. ജയിക്കാൻ കഴിയും, സമയമെടുക്കും. ഇതാണ് നിങ്ങൾ ഈ ഡോക്യു ഫിക്ഷൻ കാണണമെന്ന് പറഞ്ഞത്. 100 തവണ റീയൂസബിൾ റോക്കറ്റ് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിനിടയിൽ എലൻ മസ്ക് തോൽക്കുകയാണ്. നാസയുടെ ബഹിരാകാശ കേന്ദ്രത്തിൽ ഓരോ റോക്കറ്റുകളും പരാജയപ്പെട്ട് വീഴുകയാണ്. ആ പരാജയപ്പെട്ട് വീഴുന്ന ഒരു നിമിഷം പോലും ആത്മവിശ്വാസം കളയാതെ ഒരു വൈൽഡ് ഡ്രീമിന് പിറകെ ഒരു മനുഷ്യൻ സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണ് അയാൾ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാവുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആഫ്രിക്കയിൽ നിന്ന് തൻ്റെ മാതാപിതാക്കൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയ ഒരു സാധാരണ കുട്ടിക്ക് ലോകത്തെ കീഴടക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഈ നടുവട്ടത്തെ മുഴുവൻ കുട്ടികൾക്കും അത് സാധ്യമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സാധ്യമാണ്, യു ക്യാൻ. നിങ്ങളൊക്കെ ഒരു എലൻ മസ്ക് ആവാൻ പ്രാപ്തിയുള്ളവരാണ്. നിങ്ങളൊക്കെ ലോകത്ത് കീഴടക്കിയ സുക്കർബർഗ് ആവാൻ പ്രാപ്തിയുള്ളവരാണ്.
നിങ്ങൾക്കില്ലാത്ത ഒരു സ്കിൽ സെറ്റും അവർക്കില്ല. ഞാൻ ഒന്നുകൂടി പറയാം, മലപ്പുറത്തെ കുട്ടികൾക്ക് അത് കുറച്ച് കൂടുതലുണ്ട് എന്നതുകൂടി നാം മനസ്സിലാക്കണം. കാരണം നമ്മുടെ DNA വേറെയാണ്. നമ്മുടെ DNA-ക്കുള്ള ഗുണം എന്താണെന്നറിയാം? അത് നമ്മുടെ വാപ്പാരും ഉപ്പൂപ്പന്മാരുടെയും DNA ആണ്. ഒരു കാലത്ത് 921 ശേഷമുള്ള സാമൂഹ്യ പരിസരം പട്ടിണിയുടെയും പരിവട്ടങ്ങളുടെയുമായിരുന്നു, കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടേതുമായിരുന്നു. ആ പ്രയാസങ്ങളുടെ കാലത്ത് ലോകത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ, ജിയോഗ്രഫിയെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ, ജീവിതത്തിൽ ഒരിക്കലും പോലും ഒരു ഭൂപടം കാണാതെ ഏതോ ഒരു ലോഞ്ചിൽ കയറി ഏതോ ഒരു നാട് പിടിക്കാമെന്ന് വിചാരിച്ച സാഹസികരുടെ പേരക്കുട്ടികളാണ് നിങ്ങൾ എന്നതാണ് ഏറ്റവും വലിയ DNA. ആ DNA നമുക്കില്ലേ? നമുക്ക് ധൈര്യമുണ്ട്. എവിടെയും നമ്മൾ ചാടി ഇറങ്ങാൻ റെഡിയാണ്. എവിടേക്കും നമ്മൾ പോകാൻ തയ്യാറാണ്. ലോകത്ത് എവിടെയും ഒരു മലയാളി ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ DNA ആണ്. നമുക്കൊരു ധൈര്യമുണ്ട്. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുക. ഒരുപക്ഷെ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളെക്കാളും മികച്ച സ്വപ്നങ്ങൾ കാണാൻ കഴിയും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ജൂനിയർ IAS-മായി ബന്ധപ്പെട്ട് ഒരു കോഴ്സ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾ സിവിൽ സർവീസിലേക്ക് വരണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ ഇഷ്ടം സിവിൽ സർവീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വരാം. പക്ഷേ നിങ്ങൾ കോമ്പിറ്റന്റ് ആയ ഒരു സ്റ്റുഡന്റ് ആവണം എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം. ഞാൻ ഇന്നിവിടെ വന്നത് നമുക്കിത് സ്പ്രെഡ് ചെയ്യണം. ഇനിയുള്ള കാലത്തും ഏറ്റവും വലിയ വിലപ്പെട്ട സംഗതി എന്താണെന്നറിയോ നിങ്ങൾ? ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളിൽ നിന്നും സഞ്ചാരികൾ മുഴുവനും ഈ കേരളക്കരയിലേക്ക് വന്നത് ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങളുടെ മണം പിടിച്ചായിരുന്നു. അന്ന് ഇവിടുത്തെ കുരുമുളക്, ഇവിടുത്തെ ഇഞ്ചി, ഇവിടുത്തെ ഏലം, ആ സ്പൈസസ് മുഴുവനും ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഒരു കാലത്ത് കപ്പലുകളിൽ യൂറോപ്യന്മാരും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മനുഷ്യരും ഈ നാടിനെ തേടി വന്നത് സുഗന്ധദ്രവ്യങ്ങൾ തേടിയാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് മനുഷ്യരെ തേടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് മനുഷ്യരില്ല. ഈ സ്കിൽ സെറ്റ് ഉള്ള മനുഷ്യരെ കിട്ടാനേ ഇല്ല. ലോകത്തിന് ഇനി ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള സാധനം ഹ്യൂമൻ റിസോഴ്സ് ആണ്. നിങ്ങൾ വിചാരിക്കും എല്ലാം കമ്പ്യൂട്ടർ വരികയല്ലേ, എല്ലാം ഇന്റർനെറ്റ് വരികയല്ലേ, എല്ലാം AI വരികയല്ലേ, എല്ലാം റോബോട്ട് വരികയല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ, ലോകത്ത് ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും, ഇപ്പൊ യുവാൽ ഹരാരിയുടെ ഏറ്റവും പുതിയൊരു പുസ്തകമുണ്ട്, നെക്സസ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, there will be a conflict will happen. മനുഷ്യനും AI-യും തമ്മിൽ മത്സരിക്കും, റോബോട്ടുകളും മനുഷ്യനും തമ്മിൽ മത്സരിക്കും. മനുഷ്യനേക്കാൾ പെർഫെക്റ്റായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി AI ശ്രമിക്കും, റോബോട്ടുകൾ ശ്രമിക്കും. പക്ഷേ ആത്യന്തികമായി ജയിക്കുക മനുഷ്യന്റെ ബുദ്ധിയാണ്. ബാക്കിയെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യനുണ്ടാക്കിയ എല്ലാ യന്ത്രങ്ങളെയും മനുഷ്യൻ തന്നെ ജയിക്കും. അതുകൊണ്ട് വിലപിടിപ്പുള്ള സാധനം നമ്മളുടെ ഈ 6 കിലോ ഭാരം വരുന്ന തലയിൽ അകത്ത് സൂക്ഷിച്ച സാധനമാണ് ആ തലച്ചോറ്. ലോകത്തിന് ആവശ്യം അതാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും മനുഷ്യരേ ഇല്ല, കുട്ടികളില്ല, ചെറുപ്പക്കാരില്ല, എല്ലാം ഓൾഡ് ഏജ് ഹോമുകളായി മാറിയിരിക്കുന്നു. ചൈനക്ക് പോലും ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലോടുകൂടി വർക്ക് ഫോഴ്സായി നിൽക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. പക്ഷെ ചൈന നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ചൈനയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായി ഒരു കാലത്ത്, അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതായിരുന്നു? നിങ്ങൾ ഉറങ്ങുക? ചൈന ആയിരുന്നു. ഇപ്പോ ഏതായി? ഇന്ത്യ. ചൈന എങ്ങനെയാണ് ജനസംഖ്യ നിയന്ത്രിച്ചത് ചോദിച്ചാൽ, നമ്മൾ കുട്ടികളെ വേണ്ടെന്ന് തീരുമാനിച്ചു. ഒരു കുട്ടി മതി ആദ്യം തീരുമാനിച്ചു, പിന്നെ കുട്ടികളെ വേണ്ടെന്ന് തീരുമാനിച്ചു. അവസാനം ഇപ്പൊ ചൈന നേരിടുന്ന പ്രശ്നം എന്താ അറിയോ? ഇനി കുട്ടികളില്ലെങ്കിൽ ചൈനയും ഇല്ല എന്ന് അവർ മനസ്സിലാക്കി. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം
പല സാമൂഹ്യ കാരണങ്ങളുമുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന ലിബറലിസം ഉൾപ്പെടെ, വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചത് ഉൾപ്പെടെ, ഇതിന് വലിയ കാരണങ്ങളാണ്. അതൊക്കെയാണ് ഇപ്പൊ വലിയ കാര്യമായിട്ട് നമ്മുടെ കുട്ടികൾ ആഘോഷിക്കുന്നത്. അതൊന്നല്ല വലിയ കാര്യം. ഫാമിലിയാണ് മാറ്റർ, കുടുംബമാണ് പ്രധാനം, മനുഷ്യരാണ് ശക്തി. അതുകൊണ്ട് കുറേ കുട്ടികൾ ഉണ്ടാവട്ടെ, അതാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ട് നമ്മൾ കുടുംബാസൂത്രണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുട്ടികൾ കുറച്ച് മതി എന്നായിരുന്നു. കുട്ടികൾ കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. കുട്ടികൾ കുറേ ഉണ്ടെങ്കിലേ ലാഭം ഉണ്ടാവും. ഏറ്റവും നല്ല വിൽക്കാൻ പറ്റിയ മുതൽ ഇപ്പൊ കുട്ടികളാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുട്ടികളെ ലോകത്തിന് ആവശ്യമാണ്. ജർമ്മനിയിൽ ആളില്ല, ഓസ്ട്രിയയിൽ ആളില്ല, UK ആളില്ല, കാനഡയിൽ ആളില്ല, ഓസ്ട്രേലിയയിൽ ആളില്ല, US ആളില്ല, റഷ്യയിൽ ആളില്ല. ഞാൻ റഷ്യയിലൊരു യാത്ര പോയപ്പോൾ അവിടെ ഞങ്ങളെ ഗൈഡ് എന്നോട് പറഞ്ഞു, റഷ്യയിലൊരു പ്രത്യേകതയുണ്ട്. റഷ്യയിലും ഇതേപോലെ തന്നെ വലിയ രാജ്യമാണ്. USSR ആയിരുന്ന കാലത്ത് വലിയ രാജ്യമായിരുന്നു. അത് പിന്നീട് റഷ്യ മാത്രമായപ്പോഴും വലിയ രാജ്യമാണ്. അപ്പോ ആ രാജ്യത്തിന്റെ പ്രശ്നവും ഇത് തന്നെയാണ്. കുട്ടികളില്ല, അവരാരും വിവാഹം കഴിക്കുന്നില്ല. കുട്ടികളൊരു ഭാരമാണ് എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ അവരൊരു ഓഫർ വെച്ചു. ഒരു കുട്ടിയുള്ള ആൾക്ക് ഫ്ലാറ്റ് ഫ്രീ, 2 കുട്ടിയുള്ള ആൾക്ക് വില്ല ഫ്രീ. കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. ആ രാജ്യത്തിന് കുട്ടികളില്ല. അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം, ലോകം നമ്മളെ കാത്തിരിക്കുകയാണ്. ലോകം നമ്മളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആകെ വേണ്ടത് എന്താണ്? കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാവുക. നിങ്ങളുടെ സ്കിൽ ഏതാണെന്ന് തിരിച്ചറിയുക. ആ കഠിനാധ്വാനത്തിന് നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ് കുട്ടികളെ. അതുകൊണ്ട് ഇന്ന് നമുക്കിനി ഉണ്ടാക്കേണ്ടത് ഈ കേരളത്തിന്റെ ഭാവിയെ സമ്പുഷ്ടമാക്കാനുള്ള കുട്ടികളെ മാത്രമല്ല, ഇന്ത്യയുടെ ഭാവിയെ സുരക്ഷിതമാക്കാനുള്ള കുട്ടികൾ മാത്രമല്ല, ലോകത്തെ നയിക്കാനുള്ള കുട്ടികളെ ഉണ്ടാക്കേണ്ടത് നമ്മളാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് എന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ട് ഒരുപാട് കുട്ടികളുടെ മനസ്സിലേക്ക് വളരെ ശക്തമായ സ്വപ്നങ്ങൾ കൊടുക്കണം. അവരധ്വാനിക്കും, അവർ കഠിനാധ്വാനം ചെയ്യും. അവർ കീഴടക്കുന്ന പദവികൾ കൊണ്ട് വേണം നമുക്ക് ലോകത്തോട് മറുപടി പറയാൻ എന്നതാണ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്ന കാര്യം. ആർ യു റെഡി? റെഡിയാണോ? നല്ല ഉഷാറായിട്ട് പറയും. യെസ് വി ക്യാൻ, യെസ് വി ക്യാൻ. നമുക്കത് സാധിക്കും. നമുക്കത് സാധിക്കുന്ന തലമുറയാണ് എന്ന് നാം തെളിയിക്കണം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം നിറഞ്ഞ സാന്നിധ്യമായി മലപ്പുറത്തെ കുട്ടികളുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലെല്ലാം മലപ്പുറത്തെ കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളുണ്ട്. പണ്ടൊക്കെ നമുക്ക് കുട്ടികളെ പുറത്തേക്ക് വിടാൻ പേടിയായിരുന്നു. ഇപ്പം നമുക്ക് അകത്ത് നിർത്താനാണ് പേടി. ഇതിനേക്കാളും നല്ല പുറത്ത് പോകണമെന്ന് അല്ലേ? ഇതൊക്കെ നമ്മൾ അതിജീവിക്കും. കുട്ടികൾക്ക് ഏറ്റവും നല്ല പരിഗണന നമ്മൾ കൊടുക്കണം. അവരാ ലാക്ക് ചെയ്യുന്നത് ഇമോഷണൽ സപ്പോർട്ടാണ്. ഞാൻ രക്ഷിതാക്കളോട് പറയാം, they want much more emotional support from you. നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് കുറച്ചുകൂടി ശക്തമായ വൈകാരിക പിന്തുണയാണ്. നിങ്ങളെ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കുട്ടിനോട് നിങ്ങൾ പറയേണ്ടത്, ഞങ്ങളില്ലേ നിന്റെ കൂടെ, നീ എന്തിനു പേടിക്കണം, നീ തോറ്റു വന്നാൽ നീ തോറ്റതല്ല, നമുക്കിനി ഒരുപാട് ജയിക്കാൻ വേണ്ടി വന്നതല്ലേ നീ എന്ന് പറയണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുട്ടിയെ നിങ്ങൾ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയല്ല വേണ്ടത്, അവനെ ചേർത്തു നിർത്തി നമുക്ക് ജയിക്കണമെന്ന് ആ കുട്ടിയുടെ ചെവിയിൽ പറയാണ് വേണ്ടത്. ആ കരുതലാണ് ഒരു കുട്ടി ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ തിരക്കിലാണ്. നമുക്ക് റീൽസ് കണ്ട് തീർക്കാനുള്ള സമയം, കുട്ടി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പറയും വാപ്പൻ്റെ അടുത്തേക്ക് തള്ളും, ഇജ്ജ് വാപ്പനോട് പറയാറ്. അപ്പൊ വാപ്പ അതിനേക്കാളും വലിയ യൂട്യൂബ് കണ്ടോണ്ടൊക്കെ ആയിരിക്കും. ഓൻ പറയും ഉമ്മാനോട് തന്നെ പോയി ചോദിക്കാറ്. ഈ കുട്ടി ഇങ്ങനെ സഫാ മർവക്കിടയിൽ കൂടിയിട്ട് ആരുമില്ലാതെ അനാഥമായി പോവുകയാണ്. നിങ്ങളൊരു കുട്ടിയെ അനാഥമാക്കരുത്, ഒരു വീട്ടിൽ നിങ്ങൾ അനാഥമാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കളോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത്. നിങ്ങൾ അവരെ ഫ്രണ്ട്സായിട്ട് എടുക്കണം.
ഇപ്പം അങ്ങനല്ലേ സ്കൂളിൽ? പണ്ടൊക്കെ മാഷ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തലമുറയിൽ നമുക്ക് മാഷൊരു പേടിയായിരുന്നു അല്ലേ? അല്ലേ മാഷ്? അന്ന് മാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മയിൽ തന്നെ ഒരു വടിയായിരുന്നു. ഒരു വടിയാണ്. പല മാഷുമാരെയും മുഖമല്ല നമുക്ക് ഓർമ്മ, ആ മാഷ കയ്യിലെ വടിന്റെ തലയായിരുന്നു അല്ലേ? അത്ര അടി കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് മാഷുമാർ നിങ്ങളെ തോളിൽ കഴിഞ്ഞിട്ട് നടക്കല്ലേ? ദേ ആർ ഓൾസോ ഫ്രണ്ട്സ് ഓഫ് യു. അതുപോലെ ആകണം വീട്. വീട് ഒരു കുട്ടിക്ക് അഭയകേന്ദ്രമാകണം. ഒരു കുട്ടിയും ലഹരിയിലേക്ക് പോകില്ല. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ട് കുട്ടിക്ക് കുറഞ്ഞാലാണ് ആ ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നിടത്തേക്ക് ആ കുട്ടി പോകുന്നത്. അപ്പൊ ആരാണ് കുറ്റവാളി? നമ്മളോ കുട്ടികളോ? നമ്മളാണ്. നമ്മളുടെ കുട്ടികൾ മിടുക്കരാണ്, സമർത്ഥരാണ്. പക്ഷെ അവരോട് ഞാൻ പറയാണ്, നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. നിങ്ങൾ ഞങ്ങളെടുത്ത് വലിയ അരുമയായ മക്കളാണ്, ഇമോഷണലായ മക്കളാണ്, സ്നേഹനിധികളാണ്. പക്ഷെ നിങ്ങളെ കമ്പനി പോകുമ്പോൾ അവിടെ നിങ്ങൾ ഗാങ്സ്റ്റേഴ്സായി മാറരുത്. അവിടെയും നിങ്ങൾ മൂല്യമുള്ള കുട്ടികളാകണം. നമ്മളെ നയിക്കേണ്ടത് കുറെ വാല്യൂസ് ആണ് കുട്ടികളെ. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേടുന്ന വിജയഗാഥകളാണ്, അച്ചീവ്മെന്റ്സ് ആണ്. നിങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും എത്രമാത്രം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നറിയോ നിങ്ങൾക്ക്? അവരെന്തെല്ലാം മാറ്റിവെച്ചാണ് നിങ്ങൾക്ക് വേണ്ടി, അവരെന്തെല്ലാം സൗകര്യങ്ങൾ മാറ്റിവെച്ചാണ്, അവരെന്തെല്ലാം സുഖങ്ങൾ മാറ്റിവെച്ചാണ്, അവരെന്തെല്ലാം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചാണ്. അവരുടെ പ്രയോറിറ്റി നിങ്ങൾ മാത്രമായതുകൊണ്ടാണ്. പക്ഷെ അവർക്കൊരു സ്വപ്നമുണ്ട്. ജീവിതത്തിൽ അവർക്ക് നടന്നു കയറാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് അവരുടെ മക്കൾ കയറിപ്പോകുന്ന ഒരു ദിവസമാണ് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ആ സ്വപ്നം സഫലമാക്കി കൊടുത്താണ് നിങ്ങൾ അവരെ അത്ഭുതപ്പെടുത്തേണ്ടത്. അവരത്ഭുതപ്പെടുന്ന തരത്തിൽ നിങ്ങൾ വിജയങ്ങൾ ഉണ്ടാക്കണം. ആ വിജയങ്ങൾ ഉണ്ടാക്കാൻ ഡെഡിക്കേഷൻ വേണം. ഞാൻ അവസാനിപ്പിക്കാം. നമുക്കെല്ലാം പ്രയോറിറ്റികളാണ് പ്രധാനം. എല്ലാവർക്കും ഉള്ളത് ഒരേ സമയമാണ്, 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂർ തന്നെയാണ് ലോകത്ത് ജയിച്ച മുഴുവൻ മനുഷ്യർക്കും ഉണ്ടായിട്ടുള്ളത്, എനിക്കും നിങ്ങൾക്കും ഉള്ളത്. പക്ഷേ ഈ 24 മണിക്കൂറിൽ നിങ്ങളുടെ മുൻഗണന എന്താണ്? പ്രയോറിറ്റി എന്താണ്? അത് 300 റീൽസ് ഡെയിലി കാണലാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ നല്ല റീൽ വാച്ചറായി മാറും. നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യലാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾക്ക് ആ സ്വപ്നത്തിലേക്ക് തീർച്ചയായിട്ടും അടുത്ത് നടന്നെത്താനും സാധിക്കും. അതുകൊണ്ട് പ്രയോറിറ്റി നിശ്ചയിക്കുക. ഞാൻ നാളെ ആരാകണം, മറ്റന്നാൾ എന്തായിരിക്കണം എൻ്റെ പൊസിഷൻ. ഒരു കുട്ടി ഒരിക്കൽ പറഞ്ഞു, ജീവിതത്തിലെ സ്വപ്നങ്ങളെ കുറിച്ച് ഓരോ കുട്ടികളും പറയുന്നതിനിടയിൽ ഒരു ക്യാമ്പിൽ വെച്ച് ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ സ്വപ്നം ഞാൻ മരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള വാഷിംഗ്ടൺ പോസ്റ്റ് പത്രത്തിൻ്റെ 1-ാം പേജിൽ എന്നെക്കുറിച്ചുള്ള സ്റ്റോറി വരണം എന്നതാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു. എത്ര വലിയ സ്വപ്നമാണ്! ആ കുട്ടി സ്വപ്നം കാണുന്നത് മലപ്പുറമല്ല, ആ കുട്ടി സ്വപ്നം കാണുന്നത് കേരളമല്ല, ആ കുട്ടി സ്വപ്നം കാണുന്നത് ഇന്ത്യയല്ല, ആ കുട്ടി സ്വപ്നം കാണുന്നത് ലോകത്തെ ഏറ്റവും വലിയ പ്രതിപാദനത്വമുള്ള ഒരാളായി ലോകം ആ കുട്ടിയെ സെലിബ്രേറ്റ് ചെയ്യണം എന്നതാണ്. ജീവിക്കുമ്പോൾ സെലിബ്രേറ്റ് ചെയ്താലല്ലേ മരിക്കുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടൂ. അതുകൊണ്ട് കുട്ടികളെ, ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊരു സ്വപ്നത്തെ പറിച്ചു നടുന്ന ദിവസമാകണം. അത് നിങ്ങളുടെ ഇഷ്ടമായി തീരണം. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടത്തിന് പിറകെയാണ് നാം എപ്പോഴും പോവുക, അല്ലേ? നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഫ്യൂച്ചർ ആവണം. നിങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടം ഭാവിയിൽ നിങ്ങൾ ഇരിക്കാൻ പോകുന്ന കസേരയാകണം. ഈ ലോകത്ത് ഒരു മനുഷ്യനും നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള ആളല്ല. നിങ്ങൾക്കുള്ള ബുദ്ധിയേ ഉള്ളൂ ലോകത്തെ ഏതു മനുഷ്യനും. പക്ഷെ അവരുടെ പ്രയോറിറ്റി അവർ ജയിച്ച മേഖലയിൽ അവർ സമർപ്പിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന തിരിച്ചറിവോടെ ഫോക്കസ്ഡായി, കൃത്യമായ സമയബന്ധിതമായി, സമയം എന്ന് പറയുന്നത് നമ്മുടെ കൈവെള്ളയിലൂടെ ഒഴുകിപ്പോകുന്ന ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ്, നഷ്ടപ്പെട്ടു പോയതൊന്നും നമുക്ക് പിന്നീട് തിരിച്ചു വരില്ല എന്ന ബോധ്യത്തോടെ
പ്ലാൻഡായി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി.